അങ്ങനെ ഞാൻ കുറച്ച് ചോദിക്കാം. ഇങ്ങോട്ടാ ചേട്ടാ പറഞ്ഞു. ഇല്ല, തമിഴിൽ ഇതേപോലെ കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ നിന്ന് കോളേജിൽ മോള് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു തോന്നും ഇതേപോലത്തെ ചോദ്യങ്ങളാണ് തമിഴില്. തമിഴിൽ കുറച്ചുകൂടി നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റും. മലയാളത്തിലേക്കാ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ തമിഴിൽ പെട്ടെന്ന് ഇങ്ങനെ പറയും, காவேரி ஆத்துல மீன் பிடிக்கலாம், கங்கை ஆத்துல மீன் பிடிக்கலாம், ஆனா ஐயர் வீட்டுல மீன் பிடிக்க முடியுமா? பிடிக்கவே முடியாது. புரிஞ்சா ஏதாவது? காவேரி ஆத்துல மீன் பிடிக்கலாம், கங்கை ஆத்துல மீன் பிடிக்கலாம், ஐயர் ஆத்துல மீன் பிடிக்கணுமா? ஐயர் ஆத்துன்னா ஐயர் வீடு, அதுக்கு ஆத்து தான் சொல்லுவாங்க. இப்ப குன்னக்குடி வைத்தியநாதர் இருக்கா, கேள்விப்பட்டிருக்கீங்களா? கேள்விப்பட்டிருக்கேன், நிறைய கேள்விப்பட்டிருக்கேன். காந்திஜி இருக்காரு, மகாத்மா காந்தி. ஆமா, குன்னக்குடி வைத்தியநாதருக்கு காந்திஜிக்கு என்ன சம்பந்தம் சொல்லுங்க? குன்னக்குடி வைத்தியநாதர் அவரு வயலினிஸ்ட், காந்திஜி வந்து நான் வயலினிஸ்ட். இப்ப ஃப்ரிட்ஜுக்கும் பிரிட்ஜுக்கும் என்ன சம்பந்தம் கேட்பாங்க? ஃப்ரிட்ஜ் சாதனங்கள் எல்லாம் சூழ்ச்சி வைக்குவேன். இல்லைங்க, ஃப்ரிட்ஜ் வந்து ஆத்துக்குள்ள இருக்குது, பிரிட்ஜ் வந்து ஆத்துக்கு மேல இருக்குது. ரெண்டு அப்படி இப்படி இருக்குல்ல. இப்ப பாம்புக்கும் ஷாம்புக்கும் என்ன சம்பந்தம் சொல்லுங்க? பாம்பு வந்து கடிக்குவே, ஷாம்பு கடிக்கு இல்ல. அப்படி இல்லீங்க, ஷாம்பு போட்டா தலையில நுர வரும், பாம்பு போட்டா வாயில தான் நுர வரும். എനിക്ക് തോന്നുന്നു ജയറാമേട്ടൻ ഇത് തമിഴിൽ ഒന്നും ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ശരി, അങ്ങനെയല്ല. ഇപ്പൊ നീ ചോദിച്ച പോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാം. ഒരാള് മരുഭൂമി കൂടെ നടന്നു പോവാ, ഫുൾ അവിടെ മുൾച്ചെടികള്, ഫുൾ മുൾച്ചെടികൾ, ഫുൾ മുൾച്ചെടികള്. അങ്ങോട്ട് നടക്കാൻ വയ്യ, പോകാൻ പറ്റുന്നില്ല. കയ്യിൽ ഒരു കുപ്പി ബ്രാൻഡി മാത്രമുണ്ട്. എങ്ങനെ അങ്ങോട്ട് പോകും? മരുഭൂമി, ഫുൾ മുൾച്ചെടി, കയ്യിൽ ഒരു കുപ്പി ബ്രാൻഡി, അല്ലെ? എങ്ങനെ മുമ്പോട്ട് പോകും? എങ്ങനെ മുന്നോട്ട് പോകും? ഈ ബ്രാൻഡി അടിച്ചിട്ട് പിന്നെ പുള്ളി ഒന്നും അറിയത്തില്ലാണ്ട് അങ്ങ് നടക്കാം? അത് പറ്റില്ലല്ലോ. ബ്രാൻഡി അടിച്ചിട്ട് വാൾ വെച്ചിട്ട് ആ വാളെടുത്ത് എല്ലാം വെട്ടിട്ട് വൃത്തിയാക്കി മുമ്പിലേക്ക്. ശരി, ഒരെണ്ണം കൂടി ചോദിച്ചു. കുട്ടപ്പൻ ജയിലിൽ ചാടി, പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി. എങ്ങനെയാ? ഇതും കൂടി പറഞ്ഞിട്ട് കുട്ടപ്പൻ ജയിലിൽ ചാടി, പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി. അയ്യോ, ഇത് വേറൊന്നുമില്ല. കുട്ടപ്പൻ പോയി ജയിലിൽ ചാടി, പകരം തൊട്ടപ്പുറത്ത് കിടന്ന ദാസപ്പനെ കുളിച്ച് കുട്ടപ്പനാക്കി കോടതിയിൽ ഹാജരാക്കി.